വചന ശുശ്രൂഷ എന്നത് ഒരു വൺ മാൻ ഷോ അല്ല. ഞാൻ അനേക സ്ഥലത്ത് പറയാറുണ്ടെന്ന് പറഞ്ഞ് ഒരു പൊതുപരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് വന്നെങ്കിൽ ജനങ്ങളുടെ സഹകരണമൊന്നും വേണ്ട. ഒരു കോളേജിൽ പ്രൊഫസർ ക്ലാസ് എടുക്കാൻ നേരത്തെ ഫിസിക്സോ കെമിസ്ട്രിയോ എടുക്കാൻ നേരത്തെ വിദ്യാർത്ഥികളോട് പ്രാർത്ഥിക്കാൻ പറയാറില്ല, ക്ലാസ് എടുക്കുകയാണല്ലേ. കാരണം സാറ് പഠിച്ചിട്ടുണ്ട്, പഠിച്ചതെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു ടീം വർക്കാണ്. എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ജനവും ദൈവം നിയോഗിച്ചയാളും അവര് മനസ്സുകൊണ്ട് ഒക്കുമ്പോൾ ആ ടീമിലേക്ക് കർത്താവും കൂടി ചേരുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ലുദിയായുടെ സംഭവം നോക്കുമ്പോൾ അറിയാം. പുഴവക്കത്ത് പൗലോസ് ഇതുപോലത്തെ ഒരു വേദിയല്ല, എയർ കണ്ടീഷൻ റൂം അല്ല, ഇതുപോലത്തെ പാട്ടുപാടി ക്രമീകരണങ്ങൾ ചെയ്തതിലെന്നൊരു ടീമില്ല. പക്ഷെ പൗലോസിന്റെ പൊതു ശുശ്രൂഷയിൽ പുഴവക്കത്ത് ദൈവത്തിന്റെ വചനം ഒരു സന്ധ്യാസമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലർ കേട്ടു, ചിലർ കേൾക്കാതെ പോയി. എന്നാൽ ഒരു സ്ത്രീ ശ്രദ്ധിക്കുന്നത് സ്വർഗസ്ഥനായി ദൈവം കണ്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് അവളുടെ ഹൃദയം തുറന്നെന്നാണ്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കാൻ ആളുണ്ടെങ്കിൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. സ്തോത്രം. ശ്രദ്ധിക്കുന്നതിനോട് പ്രതികരിച്ചു ദൈവസന്നിധിയിൽ സന്തോഷിച്ചു കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരിക്കുന്നതാണ് ആത്മീയതയുടെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് പാടിയാലും പ്രാർത്ഥിച്ചാലും എല്ലാം ഒരാൾ പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ, പാടുമ്പോഴാകട്ടെ, പ്രസംഗിക്കുമ്പോഴാകട്ടെ, ഈ ആത്മീക യോഗത്തിനകത്ത് ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്ക് കാഴ്ചക്കാരാകാനുള്ള അനുവാദമില്ല. അവർ സന്തോഷത്തോടെ പറയുന്നത് യേശുവിനെ ആണെങ്കിൽ, പ്രാപിക്കുന്നത് ദൈവകൃപയാണെങ്കിൽ വളരെ ശക്തമായി നിങ്ങളുടെ ആത്മീകമായിരിക്കുന്ന കാര്യങ്ങളെ പ്രകടമാക്കി സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഇടയാക്കണം. മാത്രമല്ല വിശ്വാസമൊക്കെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്തോത്രം. നമുക്ക് പൗലോസിന്റെ പ്രവർത്തനത്തിൽ ലുസ്രയിൽ അദ്ദേഹം ഒരു പരസ്യ പ്രസംഗികനാണ്. വേദികൾ കെട്ടി നേരത്തെ വാൾപോസ്റ്റ് നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി കൊടുത്ത് പ്രസംഗിച്ച ഒരു രീതിയല്ലായിരുന്നല്ലോ 1-ാം നൂറ്റാണ്ടിൽ. അപ്പൊ ലുസ്രയിൽ അദ്ദേഹം തെരുവിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഒന്നിച്ചുകൂടി. അങ്ങനെ ഒന്നിച്ചുകൂടിയ സമയത്ത് അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തില് അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, സൗഖ്യമാകുവാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രഭാഷകൻ ആ പട്ടണത്തിൽ 150 പേരുണ്ടായിരുന്നെങ്കിലും വിശ്വാസം വന്നവനിലേക്ക് പ്രസംഗികനെ തിരിച്ചു ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? സ്തോത്രം. ഈ യോഗത്തിൽ നിങ്ങൾക്കിരിക്കാം, പക്ഷെ നിങ്ങളിലേക്ക് ദൈവം തിരിയണമെങ്കിൽ വിശ്വാസം വന്നു എന്ന് തെളിയിക്കണം. അതല്ലെങ്കിൽ തലയ്ക്ക് കഥകളെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ 2 ദിവസം പ്രസംഗിക്കും, ഞാനും പോകും. സ്തോത്രം. അങ്ങനെ ഈ കൊല്ലത്തെ കൺവെൻഷൻ മഴ പെയ്ത് തോന്നോടെ അങ്ങ് തീരും. പക്ഷേ വിശ്വാസം വന്നു എന്ന് കണ്ടപ്പോൾ പൗലോസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്യം നോക്കിയാൽ, നിങ്ങൾ ആകാംക്ഷയോടെ എന്നെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെയുള്ളവരുടെ മുമ്പിൽ കാര്യങ്ങൾ തെളിയിക്കാൻ താല്പര്യമാണ്. 14-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 8-ാം വാക്യം 14:8. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അടുത്ത വാചകം, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്. ചില നടപടികൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കുന്നു. ഒരുപാട് പേര് പ്രസംഗം കേട്ടു, പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്ത് മറ്റു ചില നടപടികളിലൂടെ സംഭവിച്ചു. എഴുതിയിരിക്കുന്നത് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്ക പറഞ്ഞു. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പൊതുസ്ഥലത്ത് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ വിശ്വാസം വന്നവനിലേക്ക് ദൈവം ദൈവദാസനെ തിരിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവ് ഇന്ന് എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം വിഷയത്തെ തിരിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് തിരിക്കണം, എൻ്റെ സഭയിലേക്ക് തിരിക്കണം. അതിന് കാശ് മുടക്കിയാൽ പോരാ, വന്നാൽ പോരാ. നമ്മുടെ അകത്ത് കിടക്കുന്ന വിശ്വാസത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവാത്മാവിൽ ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ യോഗം നിങ്ങളിലേക്ക് തിരിയും.
സ്തോത്രം. സംഘടിപ്പിച്ചത് ആരാണെങ്കിലും, വന്നത് എവിടെ നിന്നാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങളുടെ ഫെയ്ത്തിന്റെ വിശ്വാസത്തിന്റെ പിന്നാമ്പുറങ്ങൾ അധികമാണോ കുറവാണോ ഇതൊന്നും വിഷയമല്ല. നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതാണെങ്കിലും, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ വളരെ ശക്തമായ എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും, എന്നെ കേട്ടിരുന്നേ സ്തോത്രമൊക്കെ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് വിശ്വാസം അകത്തേക്ക് എന്റെ നടപടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിടുതൽ തരികയോ നിങ്ങളെ സൗഖ്യമാക്കുകയോ നിങ്ങളെ സ്തോത്രം ഒന്നും ചെയ്യാൻ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എനിക്കോ മറ്റൊരാൾക്കോ വിടുന്ന കഴിയല്ല. ഞങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളിൽ വിശ്വാസം ഉളവാക്കാൻ, സ്തോത്രം, നിങ്ങളുടെ അകത്തേക്ക് വിശ്വാസം വരുത്താൻ. അതാണ് ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. വിശ്വാസം വന്നാൽ പിന്നെ ബാക്കി നടത്തുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേർക്ക് സന്തോഷത്തോടെ വിശ്വാസത്തോടെ അത് കരങ്ങളെ ഉയർത്തി ഏറ്റെടുക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? വിശ്വാസം വന്നാൽ പിന്നെ ആത്മാവാണ് നമ്മളിലേക്ക് കാര്യങ്ങളെ തിരിക്കുന്നത്. പിന്നെ ആ രംഗം മാറുകയാണ്. സ്തോത്രം. നിങ്ങൾ ആ രംഗത്തെ മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്യാൻ പൊതുക്കവലകളിലൊക്കെ പ്രസംഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിക്കകത്ത് വേദിയിലല്ല, പരസ്യമായി പ്രസംഗിക്കുന്ന സമയത്ത് സ്തോത്രം ഒരുപാട് പേര് കേട്ടു, ചില അശ്രദ്ധരായി. പക്ഷേ ഒരുവനിലേക്ക് ആ യോഗം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തു, ദൈവം ചെയ്യിപ്പിച്ചു. കാരണം എന്താ? അവൻ വിശ്വസിച്ചു, അത്രയേ ഉള്ളൂ. ആ ദൈവദാസന്റെ അകത്ത് ദൈവം കൊടുത്ത സകല കൃപയും കഴിവും ആത്മശക്തിയും എല്ലാം അവനിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവൻ വന്നതുപോലല്ല മടങ്ങിപ്പോയത്. അവൻ അമ്മയുടെ ഉദരം മുതൽ ഒരിക്കലും നടക്കാത്തവനാ. വീട്ടുകാരും വൈദ്യശാസ്ത്രവും നടക്കത്തില്ലെന്ന് വിധിച്ചവനാ. പക്ഷെ ദൈവാത്മാവ് തുടക്കത്തിൽ പറയുന്നു, നടക്കത്തില്ലെന്ന് വിധിച്ചവനെ നടത്തിവിടുന്ന മാർഗമാണ് യേശുവിന്റെ മാർഗം. കർത്താവിന്റെ ആത്മാവ്യാമുഖത്തിൽ നിങ്ങൾ ചിലരെ പറഞ്ഞുറപ്പിക്കുകയാണ്. നിങ്ങളിലേക്ക് ദൈവത്തിന് തിരിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന് തിരിയാൻ ആഗ്രഹമുണ്ട്. ഈ 2-3 ദിവസം സിംഗപ്പൂരിൽ എന്തൊക്കെ നടന്നാലും ഇവിടെ നടക്കുന്ന ആത്മീക യോഗത്തിൽ പങ്കെടുക്കുന്നവരിലേക്ക് സ്വർഗം മുഴുവൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ 20 കൊല്ലമായി സ്ട്രഗിൾ ചെയ്യുന്ന വിഷയത്തെ ഈ ദിവസങ്ങളിൽ ഇല്ലാതെയാക്കാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞേക്കാം. ഹല്ലേലൂയ. അതിന് മനസ്സൊരുക്കത്തോടെ, ഹൃദയമൊരുക്കത്തോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന. പക്ഷെ ഞാൻ ഇത് കരുതിയല്ലേ പുൽപ്പിറ്റിലേക്ക് നിന്നത്. പക്ഷെ പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞൊരു വാക്ക് പറയുകയാണ്. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു, നിങ്ങളിലേക്ക് ദൈവം തിരിയുന്ന ദിവസങ്ങളായിരിക്കട്ടെ. നിന്റെ വീട്ടിലേക്ക് ദൈവം തിരിയട്ടെ, നിന്റെ കുഞ്ഞിലേക്ക് ദൈവം തിരിയട്ടെ. നിനക്ക് കഴിയാത്ത വിഷയത്തിലേക്ക് എല്ലാവരും അധരങ്ങളെ തുറന്ന് ഈ ആമുഖത്തിൽ പറയുന്ന വാക്കുകളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ വിശ്വാസത്തോടെ അധരങ്ങളെ തുറന്ന്, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റില്ലായിരിക്കും, ബാക്കി വിവേകമുള്ള എല്ലാവരും അധരങ്ങളെ തുറന്ന് പറഞ്ഞാട്ടെ, നാഥ, ഞാനൊരു യോഗത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതല്ല, എന്നിലേക്ക് ദൈവം തിരിയുന്ന, എന്റെ കുടുംബത്തിലേക്ക് ആത്മീകം തിരിയുന്ന, സ്വർഗം മുഴുവൻ എന്നെ ഉറ്റുനോക്കുന്ന ഈ 2-3 ദിവസങ്ങൾ കൊണ്ട് ലുസ്ത്രയിൽ സംഭവിച്ചത് പോലെ ഒരു കാര്യം. എങ്ങനെ പ്രതികരിക്കാൻ കഴിയുമോ അതുപോലെ നിങ്ങളൊന്ന് പ്രതികരിച്ചാട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, കർത്താവിന്റെ വചനത്തിന്റെ മറ നീക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ നിങ്ങളുടെ കർത്തൃദാസന്മാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, അതുപോലെ നിങ്ങൾ ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങുക. സ്തോത്രം പറയണമെങ്കിൽ സ്തോത്രം പറയണം. അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നവരാണെങ്കിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. കരം ഉയർത്തിയോ കരമടിച്ചോ എങ്ങനെയും ആയിക്കോട്ടെ, ആത്മാവിൽ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു നിമിഷം പോലും പാഴാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിപ്പോഴോട് പറയാൻ തുടങ്ങിയപ്പോൾ, എനിക്ക് നിന്നിലേക്ക് തിരിയാൻ ആഗ്രഹമുണ്ട്. അതിലൊരു നടപടിയാണ് പ്രസംഗം. ഹല്ലേലൂയ. രക്തത്താലെ ജയം. നന്ദിയോടെ 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 വിശ്വാസത്തോടെ പറ, കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ഫാമിലിയിലേക്ക്, എന്റെ ക്രൈസിസിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം തിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന യോഗത്തിൽ ഞാൻ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഒരിക്കലും പാഴ്വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നവനല്ല. ഞാൻ ദൈവത്തിന്റെ പുൽപ്പിറ്റുകളെ വിശ്വസിക്കുന്നവനാണ്. എത്രയോ വേദികളിൽ ഞാൻ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്കറിയാം, ചില സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ദൈവമാണ് പറയുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ദൈവമാണ് പറയുന്നത്. ഞാൻ കരുതി വെച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അത് ചിലപ്പോൾ പുറകെ ഞാൻ പറഞ്ഞേക്കാം, ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്ക്, ക്ഷണിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക്. പക്ഷെ ഈ പറയുന്നത് കരുതി വെച്ചതല്ല, ഇത് ഇൻസ്റ്റന്റായി ദൈവം പറയുന്നതാണ്. അത് ആർക്കോ വേണ്ടി പറയുന്നതാണ്. ആർക്കാണോ അതിന് യോഗമുള്ളത്, അഥവാ അതിന് നിയോഗമുള്ളത്, അവർക്കിരിക്കും ഈ ദിവസങ്ങളിലെ യോഗം.
ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. 1000 പേര് യോഗത്തിൽ പങ്കെടുത്താലും 100 പേര് പങ്കെടുത്താലും തട്ടിക്കിരിക്കുമ്പോൾ എനിക്കറിയാം ചിലരിലേക്ക് ആ യോഗം ചെന്ന് ഫോക്കസ് ചെയ്യും. അതിന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്കായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, മറ്റൊന്നും ആമുഖമായി ദീർഘിപ്പിച്ച് പറയാതെ, എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു സമയ കൃത്യതയുണ്ട്. പറഞ്ഞിരിക്കുന്ന സ്തോത്രം പ്രധാനമായ ഞാനും പാസ്റ്ററുമായിട്ട് ഇവിടേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഈ യോഗം ഏറ്റവും അനുഗ്രഹപ്രദമാക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്തോത്രം അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സ്തോത്രം അതിന്റെ വെളിച്ചത്തിലാണ് യേശു ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സ്തോത്രം മാത്രമല്ല, യേശുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്തോത്രം നമ്മുടെ പ്രസംഗ വിഷയം തന്നെ കർത്താവായ യേശുവാണ്. എങ്കിലും ഈ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും പൊതുശുശ്രൂഷകളിലുമെല്ലാം ഈ കൊറോണ കാലത്തിന് ശേഷം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ലേഖനങ്ങളിലെ ക്രിസ്തു എന്നത് എൻ്റെ ഒരു വലിയ സ്തോത്രം പാഷനായി. എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ താല്പര്യത്തോടെ പഠിച്ച ശ്രദ്ധിച്ച ഒരു വിഷയമാണ് ലേഖനങ്ങളിലെ ക്രിസ്തു. ക്രിസ്തു എന്ന വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യേശുവിനെ നിങ്ങൾ നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ സ്തോത്രം വെറുതെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നവരാരുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എഴുതാനൊരു പേപ്പറോ പേനയൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഇതൊരു വലിയ ഗുണമായി മാറും കേട്ടോ. സ്തോത്രം വെറുതെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഇന്ന് അഥവാ പറ്റിയില്ലെങ്കിൽ നാളെ വരുമ്പോൾ നിങ്ങളൊരു ചെറിയ, ഇന്നല്ല എപ്പോൾ ഒരു യോഗത്തിൽ വന്നാലും ഞാൻ നിങ്ങളോട് പറയാം, ഈ ആത്മീക യോഗത്തിൽ കിട്ടുന്നതൊന്നും വേറെ ഒരിടത്തും കിട്ടുകയാണ്. സ്തോത്രം. ഞാൻ ശവസംസ്കാരത്തിൽ പോലും നാട്ടിൽ പ്രസംഗിയോ പറയാറുണ്ട്, ഞങ്ങളുടെയൊക്കെ ശവസംസ്കാരത്തിൽ കിട്ടുന്നത് ലോകത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയും കിട്ടുകയാണ്. കാരണം ജീവിതം എന്താണ്, ജീവിതത്തിനപ്പുറം എന്താണെന്നൊക്കെ ഒരാളൊന്നും ഇരിക്കുകയല്ല. സ്തോത്രം. നാട്ടിലെ ശവസംസ്കാരമൊക്കെ കൊച്ചു പ്രസംഗമാണെങ്കിൽ 8, 10, 12 പ്രസംഗത്തിന് ശേഷമാണ് മൃതശരീരം സംസ്കരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാവുന്നവരെ പറയുന്നതെങ്കിൽ ലോകത്തിൽ ഒരിടത്തും കിട്ടാത്തതാണ് കിട്ടുന്നത്. ഈ 2-3 ദിവസം കൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. ഇതുവരെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാത്തത്, പാസ്റ്റർ ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, യേശുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. സ്തോത്രം. കർത്താവിന്റെ പ്രത്യേകത മഹാത്മാഗാന്ധിയെ കുറിച്ചോ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചോ നമുക്ക് ചരിത്രത്തിൽ നിന്ന് പഠിച്ചാൽ മതി. പക്ഷെ ദൈവത്തെ കുറിച്ച് ഒരിക്കലും ചരിത്രത്തിൽ നിന്നല്ല പഠിക്കുന്നത്. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് ദൈവം താൻ വെളിപ്പെടുത്തണം. സ്തോത്രം. എങ്കിലേ പറ്റുമോ ദൈവം താൻ. അതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ആകാംക്ഷയുള്ള ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. എങ്കിലേ കാര്യങ്ങൾ നടക്കുകയോ. യേശുവിനെ പഠിക്കാൻ നിങ്ങൾ എഴുതാൻ താല്പര്യരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വാക്കാണ് ഞാൻ പറയുന്നത്. യേശുവിനെ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പല പാട്ടുകളിൽ നിന്ന് പഠിക്കണം. പഴയ നിയമത്തിലെ ക്രിസ്തു എന്നൊരു വലിയ ടൈറ്റിൽ നിങ്ങൾ കൊടുക്കണം. പഴയ നിയമത്തിൽ ക്രിസ്തു ഉണ്ടോ എന്ന് തന്നെ ചിലരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആശ്ചര്യപ്പെടാൻ എനിക്ക് തോന്നുന്നു. കാരണം സ്തോത്രം, യേശു ക്രിസ്തു പുതിയ നിയമത്തിലല്ലേ ഭാഷ നീ പറയുന്നത് എന്നുള്ളത് മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. എങ്കിലും സ്തോത്രം, വേദപുസ്തകം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ ക്രിസ്തു ഒരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. പഴയ നിയമത്തിൽ എവിടെയൊക്കെയാണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പഴയ നിയമത്തിൽ ക്രിസ്തു എന്ന പേര് വെളിപ്പെട്ടില്ലെങ്കിലും സ്തോത്രം ആ ആധികാരികതയിൽ നിൽക്കുന്ന അനേക ഭാഗമുണ്ട്. അപ്പോൾ തന്നെ സ്തോത്രം, യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്ത് വായിക്കുമ്പോൾ യെശയ്യാവിനെ തന്നെ, അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്താൽ തന്നെ നമുക്കൊരു പുസ്തകം എഴുതാനുള്ള വകുപ്പുണ്ട്. യെശയ്യാവിലെ ക്രിസ്തു എന്ന വിഷയം. യെശയ്യാ പ്രവാചകനാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഏറ്റവും അധികം സ്തോത്രം പ്രവചിച്ച പ്രവാചകൻ. അപ്പൊ യെശയ്യാവിലെ ക്രിസ്തു എന്നത് ഒരു അതിപ്രധാന വിഷയമാണ്. പ്രസംഗിക്കുന്നവരെ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിത്യതയിലെ ക്രിസ്തു എന്നൊരു വിഷയം സ്തോത്രം ഏറ്റവും ശക്തമായിരിക്കുന്ന പഠനമാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, കർത്താവ് യഹൂദന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സ്തോത്രം, അബ്രഹാം ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ഞാനുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, എന്തേ പറയുന്നത്, അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്, അവനേക്കാൾ മുമ്പുണ്ടോ ചോദിച്ചപ്പോൾ സ്തോത്രം, അവർക്ക് പോലും, യേശുവിനെ കണ്ടവർക്ക് പോലും മനസ്സിലാകാത്തത് പലതും അതിന് പുറകിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ നിത്യതയിലെ ക്രിസ്തു സ്തോത്രം എന്നത് വളരെ ദൈവശാസ്ത്രപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുവിശേഷങ്ങളിലെ ക്രിസ്തു എന്നത് വളരെ ലളിതസുന്ദരമായ ഉജ്ജ്വലമായിരിക്കുന്ന ഒരു പഠനമാണ്. സ്തോത്രം. പത്മോസിലെ ക്രിസ്തു അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ക്രിസ്തു എന്നത് സ്തോത്രം ഒരു വളരെ ഗംഭീരമായിരിക്കുന്ന ഭാവികാല പ്രവചനത്തെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ലേഖനങ്ങളിലെ ക്രിസ്തു എന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ തന്നെ നമുക്ക് തെളിയിച്ചു കൊണ്ടുവരേണ്ടതാണ്. ലേഖനങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിചാരം. സ്തോത്രം. യേശുവിനെ പ്രസംഗിക്കുന്നിടത്ത് തന്നെ ഒരു വിടുതൽ നടക്കാതിരിക്കുകയാണ്. സ്തോത്രം. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാനോ ഉയർത്തപ്പെട്ടാൽ സ്തോത്രം അനേക ദൈവത്തിലേക്ക് ആകർഷിച്ചേക്കാം.
യേശുവിനെ ഉയർത്തുന്നിടത്ത് ഒരു ആകർഷണത്വമുണ്ട്. സ്തോത്രം. അത് നമ്മളാരും ചോക്ലേറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടല്ല, ദൈവമാണ് ആകർഷിക്കുന്നത്. കർത്താവിനെ ഏതെങ്കിലും സ്ഥലത്ത് ഉയർത്തിയാൽ ആ വീട്ടിൽ ദൈവത്തിന്റെ ഒരു ആകർഷണം ഉണ്ടാവും. ഇന്ന് ഈ ദിവസങ്ങളിൽ ഇവിടെ വരുന്നവർ കണ്ടൊരു ദൈവിക ആകർഷണം. പച്ചിരിപ്പിലേക്ക് കാന്തം അടുക്കുമ്പോൾ അകന്നു പോകാൻ പറ്റാത്ത ഒരു വലിയ അടുപ്പം ഉണ്ടാകുന്നത് പോലെ ദൈവമായിട്ട് ഭയങ്കരമായൊരു അടുപ്പം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ലേഖനങ്ങൾ തന്നെ സ്തോത്രം 10-21 തിരുവെഴുത്തിനകത്തുണ്ടല്ലോ. സ്തോത്രം. അതിനകത്ത് എനിക്ക് വളരെ ഇഷ്ടമേറിയ, അല്ലെങ്കിൽ ഞാൻ വളരെ പഠിക്കുന്ന, പ്രസംഗിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനേക വാക്കുകളുണ്ട്. ഏകദേശം സ്തോത്രം എൻ്റെ ഒരു പഠനത്തിനകത്ത്, അല്ലെങ്കിൽ ഞാനത് സ്തോത്രം എഴുതിയൊരു പുസ്തകമാക്കാനുള്ള ചിന്താഗതിക്കകത്ത് ഞാൻ എൻ്റെ സബ്ടൈറ്റിലൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഏകദേശം 55 വാക്കുകളിലൂടെ എബ്രായ ലേഖനത്തിനകത്ത് യേശു ക്രിസ്തുവിന്റെ പ്രതാപത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 55ഓളത്തോളം വാക്കുകൾ കൊണ്ട് പ്രതാപത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. എബ്രായ ലേഖനം എന്ന് പറയുന്നതിന് വലിയ ലേഖനമാണ്, ഒരു പ്രധാന ലേഖനമാണ്. 78ഓളം ആത്മീക വിഷയങ്ങൾ, 78ഓളം ആത്മീക വിഷയങ്ങൾ എബ്രായ ലേഖനത്തിനകത്ത് പഠന വിഷയമായിട്ട് വരുന്നുണ്ട്. 78ഓളം വിഷയങ്ങൾ. ബൈബിളിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയാം. ബൈബിളിൽ അനേക വിഷയങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബചരിത്രമോ ഒരു യുദ്ധചരിത്രമോ അല്ലെങ്കിൽ സ്തോത്രം ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളോ മാത്രം സ്ഥാപിച്ച ഒരു പുസ്തകമല്ല വേദപുസ്തകം. വേദപുസ്തകത്തിനകത്ത് എത്ര വിഷയമുണ്ടെന്ന് ഇന്ന് വരെ ഒരു വേദശാസ്ത്രിയും കണ്ടെത്തി അങ്ങനെ ഒരു വിഷയം, അങ്ങനെ ഒരു സബ്ജക്റ്റ് പുറത്തു കൊണ്ടുവന്നിട്ടില്ല. സ്തോത്രം. എന്നെ കൊണ്ട് തോന്നുന്നില്ല അങ്ങനെ. കാരണം ഒരു മനുഷ്യൻ ഇന്ന് 850 കോടി ആളുകൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് 850 കൂടുതൽ കോടി ആളുകൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. 850 കോടി ആളുകൾക്ക് ചിലപ്പോൾ 8500 കോടി വിഷയങ്ങളായിരിക്കാം. ഈ വിഷയങ്ങളുടെ ഒക്കെ മറുപടി വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. സ്തോത്രം. ഇത് തിരിച്ചറിയാത്ത മനുഷ്യനാണ് ആശങ്കപ്പെട്ട് മറ്റു പലയിടത്തേക്ക് തിരിയുന്നത്. അവരെ ദൈവത്തിലേക്ക് തിരിക്കാൻ പറ്റിയാൽ ഭയങ്കരമായ ദൈവിക മാറ്റങ്ങൾ ദൈവം വരുത്താനിടയായി തീരും. സ്തോത്രം. അപ്പൊ 178ഓളം വിഷയങ്ങൾ എബ്രായ ലേഖനത്തിനകത്തുണ്ട്. എബ്രായ ലേഖനത്തിനകത്ത് അത് തന്നെ ഒന്ന് വായിച്ച് 13 അധ്യായങ്ങളുള്ള എബ്രായ ലേഖനം ഇരുന്നൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയാൽ, അതൊരു പേന കൊണ്ടൊക്കെ ഇരുന്ന സമയമുള്ളവരാണെങ്കിൽ ഇരുന്ന് സ്തോത്രം ഓരോരോ വിഷയങ്ങൾ എഴുതി മാറ്റിയിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റുന്നവര് ഉണ്ടെങ്കിൽ സ്തോത്രം, അത് ആത്മീക ലോകത്തിന് തന്നെ സമ്മാനിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കാം. പക്ഷെ അതിനൊക്കെ സമയം എടുക്കേണ്ടി വരും. ഞാൻ അതൊന്നും പറയാനല്ല ഇവിടെ വന്നത്. പക്ഷെ ഞാൻ എൻ്റെ ആകാംക്ഷയോടെ ആ കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, 55ഓളത്തോളം പ്രധാനമായിരിക്കുന്ന പദവികളിൽ നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. വേണമെങ്കിൽ ഒന്ന് ഞാൻ കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് സ്തോത്രം പരാമർശിക്കുന്നത് ഒന്ന് തുടക്കം ഞാൻ പറയുന്നതിനകത്ത് വെറുതെ വാചകമല്ലെന്ന് ബോധ്യമാകേണ്ടതിന് ഞാൻ ഈ ലേഖനത്തിൽ നിന്ന് 1-2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവന്ന് ഞാൻ ഈ കാര്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്. 1-2 വാക്യങ്ങൾ തന്നെ ആദ്യം ഒന്ന് വായിക്കാം. ഞാൻ കുറിവാക്യത്തിലേക്ക് വരാം, എങ്കിലും 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുകയാണ് യേശുവിനെ കുറിച്ചുള്ള. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടോ? അവിടെ തുടങ്ങുകയാണ്. ദൈവം അവകാശിയാക്കി വെച്ചു, സകലത്തിനും സ്തോത്രം അവകാശിയാക്കി വെച്ചു. അപ്പോൾ യേശു എന്തിനൊക്കെയാണ് അവകാശി എന്നൊരു വലിയ വിഷയം അവിടെ നിന്ന് ആരംഭിക്കുക. നമ്മുടെ ഒരു ആയുസ് കൊണ്ടൊന്നും പഠിച്ചാൽ തീരെയല്ല ഇത്. സ്തോത്രം. അത്രയ്ക്ക് ഗംഭീരമാണ്. അവിടെ അവകാശിയാക്കി വെച്ചു. അടുത്തത് എഴുതിയിരിക്കുന്നു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. സ്തോത്രം. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും. യേശുക്രിസ്തുവിനെ പറയുന്നത്, യേശുക്രിസ്തു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. ദൈവ തേജസ്സിൻ്റെ പ്രഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, ഞാനിപ്പോൾ അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരവ് നടക്കുകയില്ല. പക്ഷേ യേശുവിനെയാണ് അവതരിപ്പിക്കുന്നത്. സ്തോത്രം. യേശു ദൈവം തേജസ് എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ സൂര്യൻ ഈ ഭൂമിയിൽ വരുന്നില്ല, പക്ഷെ സൂര്യകിരണങ്ങൾ
എല്ലാ ദിവസവും ഈ ഭൂമിയിൽ വരുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. സൂര്യൻ വരുന്നില്ല. സൂര്യൻ ഉദിച്ചാൽ സൂര്യകിരണങ്ങൾ ഇവിടുത്തെ കൊച്ചു പുലിച്ചെടിയിൽ പോലും വന്ന് തട്ടുന്നുണ്ട്. നിങ്ങളുടെ ജനാല തുറന്നിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് കയറുന്നുണ്ട്. സ്തോത്രം. മനസ്സിലാകുന്നു? സർവശക്തനായ ദൈവം ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനാണ്. അവനാണ് തേജസ്. ആ തേജസ്സിൽ നിന്ന് വ്യാപരിക്കുന്ന കിരണങ്ങൾ അതവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയല്ല. സൂര്യൻ, സ്തോത്രം, ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്ക് അകലെയാണെങ്കിലും അവിടെ നിന്ന് സൂര്യകിരണങ്ങൾ പ്രകാശം ഇവിടെ എത്തുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഇവിടെ എത്തിയ തേജസ്സിൻ്റെ പ്രഭയാണ് കർത്താവായ യേശു. സന്തോഷമുള്ളവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേക്കണം. നന്ദിയോടെ സ്തോത്രം ചെയ്തേക്കണം. ഹല്ലേലൂയ. അപ്പം ഇവിടെ വന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നു, ആവശ്യക്കാരുടെ ഹൃദയത്തിലേക്ക് കയറി. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിരിക്കുന്നത് വന്നു എന്നല്ല, സ്തോത്രം, വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇന്ന് ഈ വൈകുന്നേരമായ സമയത്ത് സിംഗപ്പൂർ എന്ന അനുഗ്രഹീത രാജ്യത്ത് അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെ തേജസ്സിൻ്റെ കിരണങ്ങൾ, ആ പ്രകാശം ഇന്ന് ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതാരിൽ തട്ടുന്നോ അവനിലുള്ള ഇരുട്ട് മുഴുവൻ ദൈവം മാറ്റിയിട്ട് അവനെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കിന് ബിബ്ലിക്കൽ മീനിങ് എന്ന് പറയുന്ന ഒന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായിരിക്കുന്ന ടെർമിനോളജികളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണെങ്കിലും പലയിടത്തും പല രീതിയാണ്, പല ഭാഷയാണ്. സ്തോത്രം. ഓരോ ടെക്നിക്കൽ സൈഡിലും ഓരോ പ്രൊഫഷനിലും അതിൻ്റേതാണ്. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ, ഇവിടുത്തെ എനിക്കറിയില്ല, നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുവാണെങ്കിൽ, സ്തോത്രം, കയറുന്ന വഴി ട്രെയിനിൽ കയറിയൊന്ന് ഉറങ്ങാത്തവരാണെങ്കിൽ, സൈഡിലൊക്കെ ഇരുന്ന് പുറത്തേക്ക് നോക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും കോൺക്രീറ്റ് സ്ലാബിനകത്തോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ സ്തോത്രം, ഒരു ഫ്ലാറ്റായതിനകത്തോ ഒക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്കിനകത്തോ അല്ലെങ്കിൽ റെഡിനകത്തോ പെയിൻ്റ് അടിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഒരു W, ഒരു സ്ലാഷ് ഇട്ടിട്ട് EL, സ്തോത്രം എന്നൊക്കെ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. ട്രെയിനിൽ കയറി നിങ്ങൾ ഉറങ്ങുന്നവരാണെന്ന് മനസ്സിലായി. സ്തോത്രം. പുറത്തേക്ക് നോക്കിയിരിക്കണം, അപ്പോഴാണ് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പോകുന്ന വഴിക്കെല്ലാം എഴുതിയിട്ടുണ്ട്, സ്തോത്രം, WL എന്ന് എഴുതിയിട്ടുണ്ട്, 500 എന്ന് എഴുതിയിട്ടുണ്ട്, ചെറിയ മയിൽക്കുറ്റികൾ പോലെ ഉണ്ട്, വലിയതുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഈ യാത്രക്കാർക്ക് ഇതൊന്നും പിടികിട്ടിയല്ല. അത് ചുമ്മാ തമാശന് പിള്ളേർ വഴിയിൽ എഴുതി വെച്ചല്ല, ലോക്കോ പൈലറ്റിനോടുള്ള ഭാഷയാണത്. അത് റെയിൽവേ പൈലറ്റിന് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നതാണ്. എനിക്കത് പറയാനറിയില്ല, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും പഠിച്ചിട്ട് സ്തോത്രം എപ്പോഴും വെച്ച് കാണാൻ പറഞ്ഞു തരാം. കാരണം അതൊരു ഭാഷയാണ്. കീബോർഡ് പഠിക്കുന്ന പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്കാർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ അവരിങ്ങനെ വരച്ച് അത് അവർക്കറിയാം. സ്തോത്രം. അവരോട് പറഞ്ഞാൽ അറിയാം. ഇവിടെ വായിക്കുന്ന സഹോദരനോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ചിലപ്പോൾ വണ്ടടിച്ചിട്ടുണ്ട്. ഇവർ ചിലപ്പോൾ പാടുന്നതിനൊക്കെ പാടി പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, ഞാൻ അവരെ ശ്രദ്ധിക്കാറുണ്ട്. സ്തോത്രം. അപ്പോൾ അവരിവിടെ നിന്നിട്ട് സാധാരണ പറയാറില്ലേ, സ്തോത്രം, G മൈനർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണെന്ന്, പക്ഷേ ഇവർക്ക് പിടികിട്ടും, നമുക്ക് പിടികിട്ടി. അതൊരു ഭാഷയാണ്. എന്നതുപോലെ തന്നെ ബൈബിളിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ പിടികിട്ടാതെ നമുക്ക് ഈ ബൈബിള് ശരിക്കും നന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റിയല്ല. അതിനൊരു വഴിയുള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിക്കണേ, പുസ്തകം കയ്യിലെടുത്ത് പ്രാർത്ഥിക്കണേ, ദൈവമേ ഇതിനകത്തെ ഭാഷ മനസ്സിലാകാനുള്ള കൃപ എനിക്ക് തരണം. സ്തോത്രം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ ബൈബിൾ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അല്ല, സ്നേഹം എന്നുള്ളൊരു വാക്ക് 5 ഇടത്തുണ്ട്. അതാ ദാനിയേൽ ബൈബിളുകാർ എഴുതി വെച്ചിട്ടുണ്ട്. 5 എടുത്തോണ്ട് വന്നിട്ട് നമ്മൾ 5 വാർത്ത ഉണ്ടെന്ന് പറയുന്നതല്ല. ഇത് എഴുതുമ്പോൾ സ്വർഗം എന്താണോ ഉദ്ദേശിച്ചത് അത് മുഴങ്കാലിന്മേലിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ഇത് എഴുതിയപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ. സായിപ്പ് എന്തെഴുതി എന്നുള്ളതല്ല വിഷയം. ദൈവം എന്തുദ്ദേശിച്ചോ അത് വെളിപ്പെടുത്തി കിട്ടിയാൽ അത് വെളിപ്പെടുന്ന സഭ അനുഗ്രഹിക്കപ്പെടും. അത് വെളിപ്പെടുത്തുന്ന ദൈവദാസനോ ദൈവദാസിയോ അനുഗ്രഹപാത്രമായി മാറും. അതുകൊണ്ട് അതിനൊക്കെ ഒറ്റ വഴിയുള്ളൂ, പ്രാർത്ഥിക്കുക. മുട്ടയിലിരുന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ഇത് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്ന്. സ്തോത്രം. ആത്മീക ഭാഷ അഥവാ ബൈബിളിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അതിഗംഭീരമായിരിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സ്തോത്രം. അതിനകത്ത് ഒരു പ്രയോഗമാണ് ഞാൻ പറയാൻ വന്നത്. സ്തോത്രം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ്, ഒരു ഭാഷയിലെടുത്താൽ ഒന്നും പിടികിട്ടിയാൽ, പക്ഷെ അതിനെ നമ്മൾ ആത്മീകമായിട്ട്, അതിനാണ് ബൈബിളിൽ പൊരുൾ തിരിക്കുക എന്നൊരു ഭാഗം കിടക്കുന്നത്.
ഷണ്ണനോട് പറഞ്ഞില്ലേ, ഷണ്ണൻ ഫിലിപ്പോസിനോട് പറഞ്ഞില്ലേ, വായിക്കുന്നവല്ലോ മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അപ്പോൾ പൊരുൾ തിരിച്ചു തരിക എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് യോഗമൊക്കെ വെച്ചാൽ യോഗത്തിന് വരിക, പൊരുൾ തിരിക്കുന്നിടത്ത് വരിക എന്നൊക്കെ പറയും. നമുക്ക് അസാധാരണമായിരിക്കുന്ന പ്രകാശനം ഉണ്ടാകും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഏതാണ്? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രൈറ്റ്നസ് എന്നുള്ള, ശരിക്കും വേറൊരു ഇംഗ്ലീഷ് ടെർമ് ഒരു വേർഷൻ കൊടുത്തിരിക്കുന്ന ഷൈൻ ചെയ്യിപ്പിക്കുക. ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് അച്ഛൻ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ നമ്മൾ പറയുന്നത് വലിയ മസിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി, അത്രയേ ഉള്ളൂ. നോർമലി നമ്മൾ പറയാറില്ലേ, ഇന്ന് സ്വതന്ത്രം ഭയങ്കര ഷൈൻ ചെയ്തെന്ന് പറഞ്ഞ അർത്ഥം ആ ചെയ്ത കാര്യം അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ശോഭിച്ചു. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, സത്യവെളിച്ചം എന്ന് പറഞ്ഞ യേശുവാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വരുന്നത്, ഈ ബൾബ് കത്തിക്കുന്നത് സ്വതന്ത്രം ഇതിൻ്റെ ഒരു സിസ്റ്റം ആയതുകൊണ്ട്. പക്ഷേ മറ്റതങ്ങനെയല്ല. സർവശക്തനായ ദൈവമാണ്. അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന പ്രകാശധാരയാണ് യേശു. ആ പ്രകാശത്തിന്റെ പണി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അങ്ങ് പ്രകാശിപ്പിക്കുക. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? സ്തോത്രം. എനിക്കിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രകാശനം കിട്ടുന്നുണ്ട്. ഞാനിവിടുന്ന് പ്രസംഗിച്ചിട്ട് പോയി കഴിയുമ്പോൾ ഒരു 500 പ്രസംഗം ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇതുവരെ ചിന്തിക്കാത്തത് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്കത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്ന പിടികിട്ടും കേട്ടോ. എനിക്കൊരു കാലത്ത് പിടികിട്ടും. ഞാൻ പിന്നെ ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് സ്വോത്രം പറയും. സ്വോത്രം പറയുന്നത് കേട്ടിട്ടായിരിക്കും കർത്താവ് എന്നെ എനിക്ക് മനസ്സിലാക്കി തരാൻ തുടങ്ങി. സ്വോത്രം കൊണ്ട് സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കും പിടികിട്ടും. സ്വോത്രം കേട്ടോളണേ. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഭൂമിയിൽ ഒരുത്തൻ പ്രകാശിക്കണമെങ്കിൽ അത് സ്വർഗത്തിലെ തേജസ് മിന്നി നിൽക്കുമ്പോൾ ആ തേജസ്സിൻ്റെ പ്രഭ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ട് ഈ ഭൂമിയിൽ പുൽത്തടിയെയോ മണ്ണിനെ തട്ടി പോകുകയല്ല. ഇവിടെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവിടെ നിന്ന് വരുന്ന ആ തേജസ് ഉണ്ടല്ലോ, ആ പ്രകാശം, അതിവിടെ മനുഷ്യനെ ശോഭിപ്പിക്കുന്നു. പാസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് ഇനിയും ശോഭിക്കാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അൾട്ടിമേറ്റ് അല്ല നിങ്ങളീ കാണുന്നത്. ദൈവം എന്നെ കുറേയും കൂടി പ്രകാശിപ്പിച്ചാൽ ഇതിനേക്കാൾ നല്ലൊരു ഷാജി പാസ്റ്ററെ സഭയ്ക്ക് കിട്ടും. അത് ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എൻ്റെ പറയുന്നുള്ളൂ. നിങ്ങൾ ആരാണെങ്കിലും പ്രാർത്ഥിച്ചോളണം. നമ്മൾ വിചാരിക്കരുത് ഭർത്താവ് എന്ന സ്ഥാനത്ത് നിങ്ങളിപ്പോൾ ചെയ്യുന്നതാണ് ഭർത്താവ് എന്ന പദവിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് വിചാരിക്കരുത്. നിങ്ങളെ യേശു പ്രകാശിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഉപദേശിയൊന്നും ആയിരിക്കുകയല്ല. നിങ്ങളുടെ വീട്ടിലെ അപ്പൻ എന്ന സ്ഥാനം, അമ്മ എന്ന സ്ഥാനം, കർത്തൃദാസി എന്ന സ്ഥാനം, മകൻ എന്ന സ്ഥാനം, ഭാര്യ എന്ന സ്ഥാനം, ഇതൊക്കെ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളാണ്. സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കാം. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് യേശു നിങ്ങളെ ശോഭിപ്പിക്കാൻ തുടങ്ങിയാൽ ഇതിനേക്കാൾ ശോഭിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങളൊരു പക്ഷേ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങളൊരു ശാസ്ത്രജ്ഞനായിരിക്കാം, ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം, ആരുമാകട്ടെ. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ മൈൻഡ് മാറ്റണം. എന്തുകൊണ്ടാണ് എനിക്ക് കുറിവാക്യത്തിൽ കയറാൻ പറ്റുന്നില്ല? ഞാൻ കുറേ കാര്യങ്ങൾ ബേസ് ചെയ്യുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കണേ, സ്തോത്രം. നമ്മൾ 3 കൊല്ലം 4 കൊല്ലം എവിടെയെങ്കിലും ബാംഗ്ലൂരോ ബോംബെയിൽ പോയി, ഞാൻ നിങ്ങളെ പരാമർശിക്കാതെ സംഭവം ഒന്ന് തെളിയിച്ചുകൊണ്ടിരാൻ വേണ്ടി പറയാം കേട്ടോ. നേഴ്സിംഗ് പഠിച്ചു, നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി, 1 വർഷത്തെ എക്സ്പീരിയൻസും കിട്ടി, രജിസ്ട്രേഷനും കിട്ടി, ഇവിടെ ജോലി കിട്ടി. ഇനി ആരെങ്കിലും കുത്തിവെച്ചും മരുന്ന് കൊടുത്തും ജീവിച്ചാൽ മതി എന്നാണ് വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ മതി. പക്ഷെ ഞാൻ തിരിച്ചു പറയാം, നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങളെ ഇനിയും ശോഭിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് ഏറ്റെടുക്കാൻ പറ്റുമോ? ആരുമാകട്ടെ. അങ്ങനെ ശോഭിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഡിമാൻഡ് മാറിയല്ലേ. ഞാൻ പാസ്റ്ററാണ്, എൻ്റെ കാര്യം പറയാം. എന്തുകൊണ്ട് എനിക്ക് സിംഗപ്പൂർ വരാൻ പറ്റി? ഞാൻ ചാക്കോ പാസ്റ്ററോട് ചോദിച്ചായിരുന്നോ, എൻ്റെ പൊന്നു പാസ്റ്ററെ എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകും പാസ്റ്ററെ, സ്തോത്രം എന്ന് നമ്മൾ തമ്മിൽ കണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് പറ്റി? പാസ്റ്റർ എന്ന ആ പദവിക്കകത്ത് വേണമെങ്കിൽ ഞാൻ കുറ്റം പറയില്ല, ഓൺലൈനിൽ കേൾക്കുന്നവരെ കണ്ടേക്കാം. സ്തോത്രം. ആ പദവിയിൽ എവിടെയെങ്കിലും 10 കുഞ്ഞാടുകളെ നോക്കിയത് സങ്കീർത്തനം വായിച്ച് ഒരു ഇടയോഗം നടത്തി പോയാൽ അങ്ങ് പോകാം. 2 പിള്ളേരെ നടത്താം, അത്യാവശ്യം കാര്യങ്ങൾ നടത്താം, പിന്നെ തീരത്തേനെയും കല്യാണ പ്രോഗ്രാം വണ്ടി കച്ചവടമൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നടത്തി പോകാം. അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ മനസ്സിൽ കരുതണം, നമ്മളെ ഇനിയും പ്രകാശിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കിനെ നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ഞാൻ യേശുവിനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ തീം പോലെ റിവീൽ ചെയ്യുന്നത്. യേശുവിന് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ മനുഷ്യൻ്റെ കഴിവ് മുഴുവൻ കെടുത്തിക്കളഞ്ഞത് ഈ ലോകത്തിലെ പൈശാചിക ശക്തികളാണ്.
ദൈവ സൃഷ്ടി നിങ്ങൾക്കറിയാമോ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നൊരു വാക്ക് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടുണ്ടോ? പക്ഷേ എബ്രായത്തിൽ തന്നെയാന്ന് തോന്നുന്നു. ഇവിടെ ശ്രോത്രം ഇവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അവനെ 7-ാം വാക്യം 2:7 നീ അവനെ ദൂതന്മാരെക്കാൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ശ്രോത്രം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാ. അതേ കണ്ടോ, ദൂതന്മാരെക്കാൾ. ഇതിനെല്ലാം ഇതുണ്ട്. ദൂതന്മാരെക്കാൾ താഴ്ത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നല്ലേ വാക്യത്തിൽ എഴുതി വെച്ചത്. വാക്യത്തിൽ ദൂതന്മാരെക്കാൾ അല്പം മാത്രം മനുഷ്യർ താഴ്ത്തി എന്ന് പറഞ്ഞതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ദൂതന്മാർക്ക് മരിക്കാൻ പറ്റിയല്ല, മരണമില്ല. മനുഷ്യന് അതാണൊരല്പം താഴ്ത്തിയത്. സ്തോത്രം. ദൂതന്മാർക്ക് മരണമില്ല, മനുഷ്യൻ ഇല്ലാതാകുന്നില്ല, പക്ഷെ മരണമുണ്ട്. സങ്കീർത്തനത്തിന് ആ വാക്യം, ഇത് കൊട്ടേഷനാണ്, അവിടെ നടത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷെ സങ്കീർത്തനത്തിനകത്ത് ആ വാക്യം കിടക്കുന്നത് ദൈവത്തെക്കാൾ അല്പം മാത്രം. 8-ാം സങ്കീർത്തനത്തിന് 4:5 ആണോ നോക്കാമോ? 8-ാം സങ്കീർത്തനത്തിന് 4:5 നോക്കാം. ഞാൻ സംഭവത്തിലേക്ക് കയറിയിട്ടില്ല, എന്തുകൊണ്ട് ഇവിടെ കയറിയപ്പോൾ. അതെ, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. സ്തോത്രം. കണ്ട വാക്ക്. ദൈവത്തെക്കാൾ. നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെ? ചുമ്മാ അടിമയായിട്ടല്ല, കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് കളിപ്പാവയായിട്ടല്ല. ദൈവത്തിന്റെ ആത്മാർത്ഥത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ദൈവത്തെക്കാൾ ഒരല്പം മാത്രമേ താഴ്ത്തി നമ്മളെ സൃഷ്ടിച്ചത്. അതിനെ നശിപ്പിച്ചത് പാപവും പിശാചും കൂടെയാ. സ്തോത്രം. സാത്താനും പിശാചും അതുപോലെ തന്നെ സ്തോത്രം മനുഷ്യനിൽ വരുത്തി വെച്ച പാപവും കൂടെ ഈ അല്പം മാത്രം താഴ്ത്തി എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. അത്രയും മനുഷ്യർക്ക്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിനകത്ത് ദൈവം ബാബേൽ ഗോപുരം പണിതുകൊണ്ടിരുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കി കളഞ്ഞില്ലേ? തലയെങ്കിലും ഒന്നാട്ട്. സ്തോത്രം പറയില്ല, എന്നാൽ പിന്നെ തലയെങ്കിലും ഒന്നാട്ട്. ഇങ്ങനെ സ്തോത്രം ഭാഷ കലക്കി കളഞ്ഞില്ലേ? അപ്പം ആ സമയത്ത് ദൈവം എന്താ പറഞ്ഞ, മനുഷ്യൻ അവൻ ശ്രമിക്കുന്നതൊന്നും നടക്കാതെ പോകില്ല എന്നും ഇവിടെ ആരും മനുഷ്യൻ പറഞ്ഞല്ല, ദൈവമാണ് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് കഴിവുണ്ടായിരുന്ന എന്നെയും നിങ്ങളെയും സ്തോത്രം ഡിമ്മാക്കി കളഞ്ഞത് പൈശാചിക ശക്തികളാണ്. സഭയ്ക്കകത്ത് നമ്മൾ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണെന്നറിയാമോ? ഒരു യോഗം കൂടി പോകുന്നവരോടല്ല ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ തിരുസഭയ്ക്കകത്ത് അവൻ്റെ ശരീരമാകുന്ന സഭയുടെ ഒരു അവയവമായി മാറുമ്പോൾ സ്തോത്രം നമുക്ക് നഷ്ടപ്പെട്ട ആ കഴിവ് തിരിച്ചു ദൈവം കൊണ്ടുവരികയാണ്. ഈ ദിവസങ്ങളിലെ യോഗ നിമിത്തം ഞാൻ ഈ പുൾപിറ്റ് റെവലേഷൻ പറയുന്നു. ചിലരെ അധികം ശോഭിപ്പിക്കാൻ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ ഇതിനേക്കാൾ ശോഭിപ്പിക്കാൻ, നിങ്ങളുടെ മനപ്രയാസങ്ങൾ മാറ്റാൻ, നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ആണെന്നുള്ള തോന്നൽ തന്നെ മാറ്റാൻ യേശുവിൻ്റെ തേജസ്സിന് കഴിയും. സ്തോത്രം. അപ്പോൾ ഞാൻ എബ്രായത്തിൽ കൊച്ചറ്റം യേശുവിനെ കുറിച്ച് 55 കാര്യങ്ങളിൽ സ്തോത്രം 2-ാമത്തെ 3-ാമത്തെ കാര്യങ്ങൾ ഇങ്ങനെ തൊട്ട് പറയുകയാണ്. നമുക്ക് അത്രയൊന്നും 55 മൊത്തം പറയാൻ നോക്കിയില്ല. സ്തോത്രം. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞാനൊരു 1 കൊല്ലം ഇവിടെ നിൽക്കണം. അത് സ്തോത്രം നടക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ 1, 2, 3 കാര്യങ്ങളാണ് ഇന്നും നാളെ മറ്റന്നാളായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറയുകയാണ്. സ്തോത്രം. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്, തത്വത്തിൻ്റെ മുദ്രയാണ്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തെ. ഇതെല്ലാം ഒരേ പോയിൻ്റാട്ടോ. യേശുവിന് എന്ത് ചെയ്യാൻ കഴിയും? ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയവനാണ്. ഈ വാക്കുകളെല്ലാം എനിക്കങ്ങ് എൻ്റെ ഹൃദയത്തിലങ്ങ് പ്രകാശനം വരുന്നതുകൊണ്ട് സ്തോത്രം ആ ഭാഗം വിടാൻ തോന്നുന്നില്ല. അതുപോലത്തെ ദൈവത്തിൻ്റെ വചനം പരിഹാരം. യേശുക്രിസ്തു ഒരു പരിഹാരകനാണ്. സാത്താൻ അല്ലെങ്കിൽ ഇവിടെ പ്രോബ്ലം മേക്കേഴ്സ് ഉണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നവർ. എന്നാൽ കർത്താവ് പ്രോബ്ലം സോൾവറാണ്, പ്രശ്നം പരിഹരിക്കുന്നവനാണ്. സ്തോത്രം.
അപ്പം യേശുവിനെ എബ്രായ ലേഖനത്തിൽ നിന്ന് പതുക്കെ ചകഞ്ഞ് പുറത്തേക്ക് അങ്ങ് വെളിപ്പെടുത്തിയാൽ, ഇപ്പോൾ ഇത്രയും വാക്യങ്ങളൊക്കെ യേശുവിനെ കുറിച്ചാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടും ദയ കൊണ്ടും സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഭാഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നിട്ട് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ അടിവരയിട്ടിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങൊരു പരിഹാരകനാണെങ്കിൽ, ലോകത്തിൽ പരിഹരിക്കാൻ ഏറ്റവും പാടുള്ളത് കുടുംബ പ്രശ്നമല്ല, ചേട്ടനും അനിയനും തമ്മിലുള്ള വഴക്കല്ല, സ്തോത്രം അപ്പനും മോനും കൂടി മിണ്ടാതിരിക്കുന്ന വിഷയമല്ല, ഏറ്റവും പരിഹരിക്കാൻ പാടുള്ളത് പാപമായിരുന്നു. കാരണം വഴിപാടുകൾക്ക്, നേർച്ച കാഴ്ചകൾക്ക്, യാഗങ്ങൾക്ക്, മതങ്ങൾക്ക്, മനുഷ്യർക്ക്, ബുദ്ധിമാന്മാർക്ക്, ശാസ്ത്രത്തിന്, രാഷ്ട്രത്തിന്, ഇവയ്ക്കൊന്നും പാപം പരിഹരിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ വായിച്ച എബ്രായ ലേഖനത്തിൻ്റെ സ്തോത്രം ഈ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചു, യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം. ലോകത്തോട് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശമാണ്, ബ്രദറെ സ്തോത്രം, നിൻ്റെ ഏറ്റവും വലിയ വിഷയം പാപമാണ് എന്ന് പറഞ്ഞവനെ കുറ്റം വിധിച്ച് വിടുകയല്ല, നിൻ്റെ പാപത്തിന് യേശു പരിഹാരം വരുത്തിയിട്ടുണ്ട് എന്നതാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഒരു വേദിയിൽ നമ്മൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒരു കൺവെൻഷൻ വേദിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്തോത്രം, നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, നീ അനുഭവിക്കുന്ന ആ വലിയ ഡിപ്രഷന്, നിന്നെ ഒതുക്കിക്കളഞ്ഞതിന്, നിനക്ക് പരീക്ഷ എഴുതിയാൽ ജയിക്കാൻ പറ്റാത്തത്, നീ അധ്വാനിച്ചാൽ നിനക്ക് അനുഭവിക്കാൻ പറ്റാത്തത്, നീ മക്കളെ വളർത്തിയിട്ട് നന്മയില്ലാതെ പോയത്, നീ സ്തോത്രം അപ്പൻ്റെ സ്വത്ത് കൈവശം വെച്ചിട്ട് നിനക്കത് അനുഭവിക്കാൻ യോഗമില്ലാതെ പോയത്, ഇതുപോലത്തെ നല്ലൊരു രാജ്യത്ത് വന്നിട്ട് സമാധാനമില്ലാതെ പോയത്, ഇതെല്ലയൊക്കെ പുറകിൽ പാപമാണ് വിഷയം. ആ പാപത്തിന് പരിഹാരം വരുത്താൻ ലോകത്തിൽ ആർക്കും കഴിഞ്ഞില്ല. യേശു പരിഹാരം വരുത്തി. സന്തോഷത്തോടെ ദൈവമക്കൾ സ്തോത്രം ചെയ്യുക. ആ പാപ പരിഹാരം സ്വീകരിച്ചവർ ഇന്ന് രാത്രി സന്ധ്യയാവുന്ന സമയത്ത് ആത്മശക്തിയോടെ പറ, ഞാൻ രക്ഷപ്പെട്ടത്, ഞാൻ വിടുതൽ അനുഭവിച്ചത്, എനിക്ക് സന്തോഷിക്കാൻ പറ്റിയത്, എനിക്ക് കൈയടിക്കാൻ പറ്റുന്നത്, എനിക്ക് ചിരിക്കാൻ പറ്റുന്നത്, എനിക്ക് യേശുവിനെ കേൾക്കുമ്പോൾ ആവേശമുണ്ടാകുന്നത്, എന്തുകൊണ്ട്? ആർക്കും പരിഹരിക്കാൻ പറ്റാത്തത് എൻ്റെ യേശു പരിഹരിച്ചു തന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഓരോരുത്തരോടും നമ്മൾ ഈ സുവിശേഷമൊക്കെ പറയാൻ നമുക്ക് ഇച്ചിരി പേടിയാണ്. വളരെ കൂളായിട്ട് നിങ്ങളുടെ ബ്രദറിനോടോ സിസ്റ്ററോടോ എല്ലാവരോടും പറയണം. ഇല്ലെങ്കിൽ സ്തോത്രം, ഇപ്പോൾ കത്തെഴുതുന്നില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണെങ്കിൽ അയക്കണം. സ്തോത്രം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു. പക്ഷെ ഞാനൊരു മെസ്സേജ് കേട്ടു, ഞാനെങ്കിൽ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം പാപമാണ്. അതിന് പരിഹാരം വരുത്തി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. പാപം പരിഹരിക്കപ്പെട്ട മനുഷ്യൻ സ്വതന്ത്രനായി, വിടുവിക്കപ്പെട്ടു. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.